ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അർച്ചന വിനോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് വ്യക്തമാവുന്നത്, അല്ലേ? ആര്യ, തീർച്ചയായും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വേടൻ ഈ പെൺകുട്ടിയെ, അതായത് യുവ ഡോക്ടറെ പീഡിപ്പിച്ചതിന് തെളിവുണ്ടെന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നു. ഒപ്പം സാമ്പത്തിക ഇടപാട് നടത്തിയതിലും തെളിവുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നത്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് തൃക്കാക്കര പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ 2 വർഷ കാലയളവിൽ 5 തവണ വിവിധ ഫ്ളാറ്റുകളിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവ ഡോക്ടർ നൽകിയ പരാതി. അതിൽ ഈ പ്രധാനമായും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ആൽബം പുറത്തിറക്കാനെന്ന് പറഞ്ഞ് 30,000-ത്തിലധികം രൂപ തന്നോട് വാങ്ങി വഞ്ചിച്ചു എന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഇതിലെല്ലാം തന്നെ കയമ്പുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഇതിൽ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒപ്പം വിശദമായി ചോദ്യം ചെയ്യുകയും മൊഴിയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലെല്ലാം ഈ കേസുള്ളതിനാൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു വേടൻ പറഞ്ഞത്. എന്നാൽ പരാതിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നൊരു പ്രതികരണവും വേടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാങ്ക് രേഖകൾ, ഒപ്പം യുവ ഡോക്ടറുടെ മൊഴി, ഒപ്പം അവരുടെ സുഹൃത്തുക്കളുടെ മൊഴിയെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് വേടനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഇതുകൂടാതെ തന്നെ കഞ്ചാവ് കേസിലും വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കഞ്ചാവ് വലിച്ചതിന് തെളിവുണ്ട് എന്നാണ് പോലീസ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്തായാലും 2 കേസുകളിലായി 2 കുറ്റപത്രങ്ങളാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ആര്യ.